സോ ഫൈനലി നമ്മുടെ ചാനൽ മോണറ്റൈസ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. യൂട്യൂബിലെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ചാനൽ മോണറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവുമല്ലോ. അതുപോലെ യൂട്യൂബിന് മോണറ്റൈസേഷൻ കിട്ടണമെങ്കിലും കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് മോണറ്റൈസേഷൻ എനേബിൾ ആവുന്നത്. സോ യൂട്യൂബ് പറയുന്ന കാര്യം ഇത്രയാണ്: 4000 വാച്ച് അവറും അതുപോലെ 1K അതായത് 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാം. ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് 365 ദിവസത്തിനകത്ത് തന്നെ ഉണ്ടാവുകയും വേണം. അല്ലെങ്കിൽ പിന്നെ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന കുറേ ചാനൽസ് ഉണ്ട്, ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തവർ, അവർക്കും മോണിറ്റൈസേഷൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതായത് ഷോർട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സ് കഴിഞ്ഞൊരു 3 മാസത്തിനകത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഷോർട്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം ഷോർട്സിനോ മൊത്തത്തിൽ 10 മില്യൺ വ്യൂസ് വരികയാണ്. 10 മില്യൺ ആണ് കേട്ടോ. 10 മില്യൺ വ്യൂസ് 3 മാസത്തിനകത്ത് ഷോർട്സിന് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു. പക്ഷേ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ യൂട്യൂബിൽ വന്ന് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ചിലർക്കൊക്കെ വന്ന് ആ മാസം തന്നെ കംപ്ലീറ്റ് ആവുന്നവരുണ്ട്. ചിലർക്ക് ഒരു 2-3 മാസത്തിനകത്തൊക്കെ 1K സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എനിക്കെന്തായാലും 6 മാസം എടുത്തു 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ. ഞാൻ ഈ പറയുന്ന വാച്ച് അവർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ 1.5 വർഷത്തോളം എടുത്തു. മോണറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഡോളേഴ്സ് കയറി തുടങ്ങുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും, എനിക്കിപ്പോൾ പൈസ കിട്ടിയോ എന്ന്. എൻ്റെ കയ്യിൽ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. എനിക്ക് ഡോളർ ജനറേറ്റ് ആവുന്നുണ്ട്. ഡോളർ കയറുന്നത് ഓരോ ദിവസം എത്ര ഡോളർ കയറുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പറ്റും. അതൊരു $100 കംപ്ലീറ്റ് ആണ്. അതായത് നമ്മുടെ നാട്ടിലൊരു 8000 രൂപയുടെ മുകളിലാവും $100 എന്ന് പറയുമ്പോൾ. അപ്പോൾ മാത്രമേ ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് എത്തുകയോ ഉള്ളൂ. മോണിറ്റൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ US ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം. പിന്നെ നമ്മുടെ ID വെരിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ ആദ്യം നമ്മൾ $10 എങ്കിലും നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ $10 കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് എൻ്റെ ID വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. എൻ്റെ അഡ്രസ് വെരിഫിക്കേഷനും കഴിഞ്ഞു. ID വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ID നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അവരത് വെരിഫൈ ചെയ്തോളും. അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അഡ്രസ്സിലേക്ക് അവരൊരു പിൻ നമ്പർ അയക്കും. ഗൂഗിളിൻ്റെ ഒരു പിൻ നമ്പർ അവർ സെൻഡ് ചെയ്യും. അപ്പോൾ എനിക്കത് വന്നിരുന്നു. അപ്പോൾ ഞാൻ അത് എൻ്റെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ $100 കംപ്ലീറ്റ് ആവാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ വലുതായിട്ട് ഞാൻ എൻ്റെ ചാനലിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് കളിയാക്കലുകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. വളരെ കുറച്ച് ആൾക്കാരടുത്ത് മാത്രമാണ് ഞാൻ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ പറയാതെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ ഇതറിഞ്ഞു. ആ സമയത്തൊക്കെ കളിയാക്കലുകളും ഉണ്ടായിരുന്നു. അതായത് വേറൊരു പണിയില്ലേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് വട്ടാണോ, എന്തൊക്കെയോ പ്രാന്തൊക്കെ കാണിക്കുന്ന കാണാം. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടും ഞാൻ കേൾക്കാതെയും പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതുവരെ എത്തി നിൽക്കുമ്പം, അതായത് ചാനൽ മോണിറ്റൈസായി, ഡോളർ വളരെ വളരെ മറ്റില്ല ആമ എഴയുന്നത് പോലെയാണ് എഴയുന്നതെങ്കിലും അത് ഡെയിലി അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു സമാധാനമുണ്ട്. കാരണം ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ പ്രിറ്റി ഗുഡ് ആൻഡ് വെരി പ്രൗഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 man ഷോ അല്ല 1 woman ഷോയാണ്. അതായത് ഇപ്പം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, കണ്ടൻറ്റിൻ്റെ ഐഡിയാസ് ഞാൻ തന്നെയാണ് ആലോചിക്കുന്നത്, അത് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, അത് ഷൂട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഫുൾ A to Z ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഇക്കാലത്താണ്. കാരണം ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇൻവോൾവ് അല്ലെങ്കിലും അതല്ലെങ്കിൽ വീഡിയോസിൽ അങ്ങനെയൊക്കെ വളരെ കുറവാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു മെൻ്റൽ സപ്പോർട്ട് അതല്ലെങ്കിൽ ഒരു മോറൽ സപ്പോർട്ട്, ഓക്കെ നീ ചെയ്തോ കുഴപ്പമില്ല, ആൾക്കാരെന്ത് പറഞ്ഞാൽ നമുക്കെന്താ, അവരല്ലല്ലോ നമ്മുടെ കാര്യം നോക്കുന്നത്, നിനക്ക് എന്താണോ നല്ലത്, നിനക്കത് ഹാപ്പിനെസ് തരുന്നുണ്ടോ എങ്കിൽ നീ ചെയ്തോ, ആ ഒരു
ബാക്ക് സപ്പോർട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. അതുകൊണ്ടും തന്നെയാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയതും. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം. വി ലീവ് ഓൺലി വൺസ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ലവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള ഫസ്റ്റ് പോയിൻ്റ് ഇത് ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു സാധനം വരണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് ലവ്. പ്രാക്ടീസ് സെൽഫ് ലവ്. ശരിക്കും ഞാൻ മോണിറ്റൈസ് ആയ കാര്യം ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിം ബൈ.